പേരും തുള്ളി കളിക്കുകയാണ് അവിടെ കിടന്ന കുഞ്ഞിപ്പുഴുക്കൾ. നാളത്തെ ബ്ലഡ് ടെസ്റ്റും റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് സ്വാഗതം. നമ്മൾ ഇന്ന് എറണാകുളം പോവാണ്, ഹോസ്പിറ്റലിലേക്കാണ്. ആദ്യക്കുട്ടനാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള. ഒരു ദിവസം പോലും അവനെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. എല്ലാ ദിവസവും അന്നക്കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതി ആദ്യക്കുട്ടനെ കൊണ്ടുപോയി. ആദ്യക്കുട്ടനെ എറണാകുളം ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ആകുമ്പോ അവന് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം അറിയാം. വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് ഈ യാത്രയില്. നമ്മുടെ വണ്ടിയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, അവരുടെ വണ്ടി കൊണ്ടാണ്, പുത്തൻ വണ്ടി കൊണ്ടാണ് നമ്മൾ എറണാകുളം പോകുന്നത്. നാളെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത്. 7:30 പോയിട്ടുണ്ട്. നമ്മള് തോപ്രാംകുടി സിറ്റി കഴിഞ്ഞു. സിറ്റി കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് ആകാശം കാണാൻ വേണ്ടിട്ട്. ആകാശം പക്ഷെ ഈ പറയുന്ന ഒരു തെളിച്ചൊന്നും ഇല്ലടി. അതിലും നീല കളർ വരുന്ന സമയമുണ്ടെന്നേ. വെട്ടിക്കെട്ട് കളർ വരുന്ന സമയമുണ്ട്. പക്ഷെ ഇപ്പൊ അത് പോരാ. കടകളൊന്നും ഇല്ലട്ടെ. ഞായറാഴ്ച ആയതുകൊണ്ടാണ്. നാളെ തിങ്കളാഴ്ചയാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ്. തോന്നാണോടി ആ വണ്ടി ഇതിന് നല്ല കുലുക്കം. ഫോൺ അങ്ങോട്ട് ക്ഷയിക്കാവുന്ന എനിക്കും തോന്നുന്നുണ്ട്. ഒരു സംശയം തോന്നി, ക്യാമറയ്ക്കാണോ പ്രശ്നം അതോ വണ്ടി കണ്ടാനെ കുലുങ്ങുന്ന പോലെ ഫീൽ. പക്ഷെ അതൊന്നും അല്ല, അത് തോന്നിയതാണ് കേട്ടോ. വീഡിയോയിൽ ആ കുലുക്കം വരുന്നില്ല. നമ്മുടെ ഫോണ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ആ കുലുക്കം വന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കൊള്ളത്തില്ല. നമ്മുടെ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടും പുഴയൊക്കെ ഉള്ള വഴികളാണ്, ലെവൽ ടാറിംഗ് ഒന്നും അല്ല. ഇതുപോലെ കുറച്ചങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്നാ കുലുക്കം വഴി കൈ തിരുന്ന് എന്റെ കൈ വിറയ്ക്കുന്നുള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ തന്നെ ഒരു ബാലൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൈ കുലുക്കണ്ടവാനെ കുലുക്കുന്ന പോലെ കൊച്ച് തല അങ്ങോട്ട് കുളിച്ചിട്ടുണ്ടോ? നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഒരു കുഴപ്പമൊന്നും ഉണ്ടാതെ പോയിച്ചു പറഞ്ഞാൽ നല്ല പ്രാർത്ഥന മാത്രമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് 10 ദിവസം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുള്ളൂ. അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നാ ബ്ലഡ് ടെസ്റ്റ് ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരീരം കാണാനും മെലിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ആ ഒരു ബ്ലഡ് ടെസ്റ്റ് കുറിക്കാൻ. എല്ലാ പ്രാവശ്യം നമുക്ക് ഇരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് സാധാരണ എല്ലാ പ്രാവശ്യം ഉള്ളതൊക്കെ തന്നെ. കാരണം ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വലുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും അളവ് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവരെല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോൾ തന്നെ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ അത് കൂടാതെ നമുക്ക് പോരാൻ നേരത്താണ് കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും ഇന്ന്. പിന്നെ നാളെ അതുപോലെ തന്നെ വേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമായിരിക്കും. അപ്പൊ ഡോക്ടറെ കാണുമ്പോഴേക്കും എന്റെ റിപ്പോർട്ട് വരും. കാരണം അങ്ങനെ അവർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം കൃത്യമായിട്ട് മരുന്ന് അറിഞ്ഞു തരാൻ വേണ്ടി. ചുമ്മാ മരുന്ന് കഴിച്ചതെന്ന് പറയില്ല. ഓരോ മാസം ഡോക്ടറെ കാണാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ മരുന്ന് ഓരോ മരുന്നുകൾക്കും എന്താ പറയാ അളവില് വ്യത്യാസം വരുത്താൻ വേണ്ടി. നമ്മുടെ കാരണം ബ്ലഡിൽ അല്ല നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ വീണ്ടും ചെന്നാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ അതിൽ അധികമായി പോകാതിരിക്കാനും കുറഞ്ഞു പോകാതിരിക്കാനും ഒക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്തായാലും ഞങ്ങള് പോട്ടെ അല്ലേ. അതെ. അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരി എത്തിയിരിക്കുകയാണ്. കോലഞ്ചേരി വഴിയാണ് പോകുന്നത്. അപ്പോൾ ചോറിനാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഒരാളിരുന്ന് മെനു നോക്കുന്നു, ഒരാൾ അവിടെ ഇരുന്ന് പാത്രങ്ങളൊക്കെ നോക്കുന്നു. നല്ലൊരു ഹോട്ടലാണ്, ഒരു മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചോറാണുണ്ടത്. അടിപൊളി വെജിറ്റേറിയൻ ഫുഡ്. വെജിറ്റേറിയൻ അല്ല, അതിനകത്തൊരു മീൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ കോലഞ്ചേരിയിലുള്ളൊരു അടിപൊളി ഒരു ഷോപ്പിംഗ് മാൾ പോലെ കണ്ടു കേട്ടോ. എല്ലാത്തിനും വിലക്കുറവൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെയും കയറി കുറേ പർച്ചേസ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും മേടിച്ചു. ഇവിടെ ആദ്യക്കൂട്ടം ഒരു വണ്ടി മേടിച്ചു കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് കട കണ്ടു. ആ കടയെ നമ്മൾ ഇറങ്ങിയതാണേ. നമുക്ക് കാണിച്ചു തരാം കട ഏതാണെന്നുള്ളത്. അതുകൊണ്ട് ഒരു വലിയൊരു കടയാണേ. വലിയൊരു ഷോപ്പിംഗ് മാൾ പോലെ തോന്നിക്കും. ഇപ്പോഴത്തെ റോഡ് അവിടെ കണ്ടു വലിയ ഭയങ്കര ബോർഡൊക്കെ വെച്ച ഈ സൈഡിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ടാണ് 199 രൂപ വെച്ചിട്ട് ഹാൽപൂറൊക്കെ പോലെ ഭയങ്കര കൂടും. ഭയങ്കര കുറേ ഓഫറുകളെല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങി ഒരു 2-3 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. ആദ്യക്കൂട്ടനൊരു വണ്ടി മേടിച്ചു. പോവാണോ? എന്നാൽ വണ്ടി കയറിക്കോ. എടാ കേബിള് കടിച്ചാൽ പൊട്ടിപ്പോടാ. ആ പൊട്ടിപ്പോയാൽ അതിൻ്റെ വണ്ടി ഓടുകയില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും എറണാകുളത്തിന് യാത്ര തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ എന്നാ അത് കൂട്ടാ അത് കടിക്കല്ലേ, കടിച്ചാൽ അതിൻ്റെ കേബിൾ പൊട്ടിപ്പോകും. കേബിൾ പൊട്ടി പിന്നെ ഓടുകയല്ലോ വണ്ടി കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ സമയം അടി 3 മണിയോ 4 മണിയോ? ഈ ഫോണെ നോക്കി, ഈ ഫോൺ ഇതേ നോക്കിയ സമയം. ഞങ്ങൾ എപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അറിയാമോ? 5:30 ആയോ കേട്ടോ. ചായ കുടിക്കായിരുന്നല്ലേ, തൊണ്ടയെല്ലാം വരണ്ടു ഉണങ്ങി. അപ്പോൾ നമ്മൾ ചോറിനിട്ട് നേരെ ഇവിടെ കയറിയതാ ഈ കടയിൽ.
അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ആദ്യക്കുട്ടൻ പറന്ന് നടക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ആദ്യക്കുട്ടൻ അന്ന് ഡാൻസ് കാണിച്ചേ. ആദ്യക്കുട്ടനാണെങ്കിൽ സ്പ്രിംഗ് ബെഡ് കേൾക്കുന്നിട്ട് തുള്ളി കളിക്കുക. അത് എന്റെ ദൈവമേ, എന്തൊരു സന്തോഷമാന്ന് നോക്കിയേ. എല്ലാ പ്രാവശ്യം അന്നമ്മയാ വന്നിട്ട് ഈ സന്തോഷം ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം അല്ലേ ആദ്യക്കുട്ടൻ? പുറത്തേക്കുള്ളൊരു വിൻഡോ പോലും ഇല്ലല്ലേ ഇതിനകത്ത്. അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സമയം സീസൺ ആയതുകൊണ്ട് എല്ലാ റൂമുകളും ബുക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്കൊരു നമ്മൾ സാധാരണ അതെ അപ്പോൾ അതെ ഇവിടെ വന്നപ്പോഴും ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളതാണ്. ബാത്റൂമൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ട്. അധികം അടിപൊളി ഭയങ്കര ഗ്ലാസ്, പിന്നെ നല്ല വൃത്തി നീറ്റാണ് കേട്ടോ. തറയൊക്കെ നല്ല നീറ്റാണ്. പിള്ളേരെയൊക്കെ ചെരുപ്പൊക്കെ ഊരിയിട്ട് നടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർ വന്നത് ചെരുപ്പൊക്കെ ഊരിയിട്ടു. അപ്പോൾ അതുകൊണ്ട് വൃത്തിയുണ്ട്, എല്ലാ രീതിയിലും വൃത്തിയാണ്. വെന്റിന് കബോർഡൊക്കെ ഉണ്ട്, TV, എല്ലാ സാധനങ്ങളും, ബ്രഷും പേസ്റ്റും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട്. വെള്ളമെല്ലാം ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. എങ്ങനെ അവിടെ ഒരു ബെഞ്ച് പോലെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അതിൽ ഇരിക്കാം. പക്ഷേ കസേരയില്ല. സാധാരണ ഒരു ചെയർ വരുന്നില്ല. ചെയറിന് പകരം അവിടെ ഒരെണ്ണം ഫിക്സ്ഡായിട്ട് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്, അത്രേ ഉള്ളൂ. ആദ്യം കൂടെ വന്നപ്പോൾ തൊട്ട് ഫാൻ ഇടുന്നു, AC ഇടുന്നു എന്ന് വേണ്ട, തലകുത്തി മറിയുന്നു, ഡാൻസ് കളിക്കുന്നു. ഓ എനിക്ക് വയ്യ. ഇതിനാ ചെരുപ്പ് ഊരിക്കാൻ പറഞ്ഞ് ചാടി ചെരുപ്പ് ഊരിയിട്ട് ഇത്ര നേരം അവിടെ പിടിച്ചടക്കി വെച്ചോണ്ടിരിക്കുമല്ലായിരുന്നു ആദ്യക്കൂട്ടൻ. ഇനി നമുക്ക് അന്നക്കുട്ടീനെ വിളിക്കാം. നമ്മുടെ റൂമിൽ ഒരു സംഭവം നമ്മൾ വിട്ടുപോയിരുന്നു കേട്ടോ. ഇതുകൊണ്ട് അടിപൊളി ഒരു എന്താ പറയാ, അതെ എനിക്ക് സൗണ്ടും പോയി. ഇതുണ്ടല്ലേ നല്ല രസമാണ് കാണാനായിട്ട്. ആദ്യക്കൂട്ടനാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് പോയിട്ട്. അതെ സൗണ്ട് പോലോടി. ആദ്യക്കൂട്ടാ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എന്നിട്ട് എന്നാ AC? ആദ്യക്കൂട്ടൻ AC എന്തൊക്കെയാണോ നടന്ന് കാണിക്കുന്നത്. ഈ അമ്മച്ചി ഞങ്ങളിവിടെ കിടന്ന് ആദ്യക്കൂട്ടം കൊടുത്ത് ചാടട്ടെ. വേണ്ടേ തുള്ളി കളിക്കുന്ന ആദ്യക്കൂട്ടൻ. പേരും തുള്ളി കളിക്കുകയാണ് അവിടെ കിടന്ന കുഞ്ഞിപ്പുഴുക്കൾ. ഭയങ്കര തുള്ളിക്കളിയാണ്. അതെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാതെയാണ് കേട്ടോ റൂമിലോട്ട് പോയത്. റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് താഴെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ദോശയാണ് കഴിക്കുന്നത്. ആദ്യക്കൂട്ടം കഴിക്കുന്നൊന്നുമില്ല, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഒരു വാ മേടിച്ചിട്ട് പരിപാടി നിർത്തി. അവൻ ആ പുറകിൽ കാണുന്ന ഐസ്ക്രീം ബോക്സിൽ നിന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. എന്നിട്ട് ആദ്യക്കൂട്ടൻ അറിയാതെ ആ കടയിലെ ചേട്ടൻ തന്നെ ഐസ്ക്രീം തിരിച്ചെടുത്തുകൊണ്ട് പോയി ആ ബോക്സിലിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു തരത്തിലാണ് ശരിക്കും പറഞ്ഞ എസ്കേപ്പായി റൂമിലോട്ട് പോകുന്നത്. ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമായിരിക്കും അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വരുന്നത്. അപ്പോൾ നാളത്തെ ബ്ലഡ് ടെസ്റ്റും റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യക്കൂട്ട കാര്യം എടുത്തല്ലേ നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഫാൻ ഓഫ് ചെയ്തതിൻ്റെ സൗണ്ട് പോയപ്പോഴും അതെ അപ്പോൾ എന്തായാലും അതെ ലൈറ്റ് ഇട്ടാ കൂട്ടാ വെട്ടം പോകുന്നടാ. അതെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.